ഹലോ ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടനും മോനും ഒക്കെ എണീറ്റിട്ടുണ്ട്. ഇന്ന് ഞാൻ രാവിലെ എണീക്കാൻ കുറച്ച് നേരം വൈകി. ഇന്ന് കുഞ്ഞുവിന് സ്കൂളിൽ പോകണ്ട, അവളിതാ നല്ല ഉറക്കമാണ്. അപ്പോൾ അത് കാരണം ഞാനിന്ന് എണീക്കാൻ ഇത്തിരി കുറച്ച് ലേറ്റായി. ഏട്ടനിന്ന് പോകണം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ ജോലിയും കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ഇറങ്ങേണ്ട നേരത്താണ് ഇന്ന് ഞാൻ അടുക്കളയിൽ കയറണത്. അതിൻ്റെ ഒരു മടിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നലെ തന്നെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് വല്ലാണ്ട് പൊന്തി വന്നിട്ടൊന്നുമില്ല, തണുപ്പ് കാരണമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തട്ടൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും തേച്ചെടുക്കുകയാണ്. ഇവിടെ വല്ലപ്പോഴും കൂടിയിട്ടാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കാറുള്ളത്. കൂടുതലും ദോശയാണ് ഉണ്ടാക്കുക. എനിക്കൊക്കെ ദോശയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇതേപോലെ സാറ്റർഡേ സൺഡേ ഒക്കെ വരുന്ന സമയത്ത് ഇഡ്ഡലി ഉണ്ടാക്കും. ഇഡ്ഡലി ഉണ്ടാക്കിയാൽ എല്ലാവരും കഴിക്കും. അപ്പോൾ ഇന്ന് അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ബാക്കി വരണ മാവ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കും. അങ്ങനെയാണ് 2-3 ദിവസത്തേക്കുള്ള മാവ് ഒരുമിച്ച് അരച്ച് വെക്കും കേട്ടോ അരയ്ക്കുമ്പോൾ. അപ്പോൾ അത് ഞാൻ ഓരോ തട്ടിലായിട്ട് ഇഡ്ഡലി മാവ് ഒഴിച്ചിട്ട് നമുക്കത് വേവിക്കാൻ വെക്കണം. രാവിലെ നേരത്തെ എണീറ്റിട്ട് പണികളൊക്കെ തീർത്ത് വെക്കണ ദിവസമാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേക്കാൻ വിട്ടുപോയി. അലാറം വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ അലാറം അടിച്ചപ്പോൾ ഏട്ടനത് ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നു. അപ്പോൾ അത് കാരണം ഞാൻ അറിഞ്ഞില്ല. അത് കാരണം എണീക്കാൻ ലേറ്റ് ആയിട്ടോ. ഇപ്പോൾ ചെറുതും എണീറ്റ് വന്നത് കാരണം ഇന്ന് എല്ലാം കൊണ്ടും ആകെ പെട്ടുപോയ അവസ്ഥയാണ്. ഏട്ടനെ പോകാനാണെങ്കിൽ ടൈമും ആയി. അപ്പോൾ അവൻ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് വന്നിട്ട് ഹായ് പറയാണ് കേട്ടോ നിങ്ങളോടൊക്കെ. അപ്പുണ്ണി ഇതാ എപ്പോഴത്തെയും പോലത്തെയും സ്ഥിരം പല്ലവി പാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കണം. ആ പ്രായം അതാണല്ലോ, എല്ലാ പിള്ളേരും ഇതുപോലെ തന്നെയാവും. കുറച്ച് സമയമൊക്കെ ഏട്ടൻ്റെ കൂടെ ഇരുന്നു. പിന്നെ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യാൻ പോയപ്പം അവൻ പിന്നാലെ വന്നു. അപ്പം ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഏട്ടൻ്റെ അടുത്ത് പിടിച്ചിരുത്തിയപ്പോൾ അവനെ ഭയങ്കരമായിട്ട് വിഷമം വന്നു കേട്ടോ. അപ്പോൾ അതാ പിന്നെ അവനെ എടുത്ത് ഇങ്ങനെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കൊരു കുഴപ്പമില്ല. അടുക്കളയിലാണെങ്കിലും മറ്റു ജോലി ചെയ്യുമ്പോഴൊക്കെ അവനെ കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കരച്ചിൽ തന്നെയായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ ഏട്ടന് വേഗം ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. നേരം വൈകിയ കാരണം ഞാൻ അതൊന്നും എടുക്കാൻ നിന്നില്ല. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചട്നി അരച്ചു. ഏട്ടൻ നാളികേരമൊക്കെ ചിരകി തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ നേരം വൈകിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാണ് കേട്ടോ. പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ടാറ്റ തന്നിട്ടാണ് പോകുന്നത്. മോളോട് പിന്നെ വിളിക്കേണ്ട, അവൾ ഒരു ദിവസമല്ലേ ലീവ് കിട്ടുള്ളൂ, അവൾ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ഏട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ മോന് ഭക്ഷണം കൊടുക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. കുറേ ചാടിത്തുള്ളിയും എന്തൊക്കെ കോപ്രായം കാണിച്ച് കൂട്ടിയാലാണ് അവൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്നറിയാൻ ഇത്തിരി പാടാണ്. ആദ്യമൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇപ്പം എന്തെങ്കിലും വായ കിട്ടിയാൽ അപ്പം തുപ്പിക്കളയും. അങ്ങനത്തെ പുതിയൊരു സ്വഭാവം പഠിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ അവന് ഭക്ഷണം കൊടുക്കട്ടെ കേട്ടോ. ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് അവനെ ഭക്ഷണം കൊടുത്തിട്ട് ടി വി വെച്ചിട്ട് അവനെ അവിടെ ഒരു ഭാഗത്ത് ഇരുത്തി. എന്നിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടി ഇരുന്ന് കുറച്ച് കഴിച്ചപ്പോഴേക്കും എല്ലാ അമ്മമാർക്കും കിട്ടുന്ന പോലെ തന്നെ എനിക്കൊരു പണി കിട്ടി. അവൻ അവിടെ ജനലിൻ്റെ മുകളിലൊരു ഈച്ച വന്നിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കടന്നലോ അങ്ങനെ എന്തോ ഒരു സൈസ് ഈച്ചയാണ്. അപ്പോൾ അതിനെ കണ്ടിട്ട് അവൻ കരച്ചിൽ തുടങ്ങി. പിന്നെ വന്ന് മേത്ത് കയറി. പിന്നെ ഒരേ കരച്ചിലായി. അതിനെ കണ്ട് പേടിച്ച് നല്ല കരച്ചിലായി. ഞാൻ ഈച്ചേനെ വഴക്ക് പറയുന്ന പോലെയൊക്കെ കാണിച്ച് ഒരു വിധത്തിൽ അവനെ സമാധാനപ്പെടുത്തിയെടുത്തി. എന്നിട്ടും അവൻ കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ജനൽ എങ്ങനെയൊക്കെയോ തുറന്ന്, ജനലൊക്കെ ഇവിടെ ഭയങ്കര കട്ടിയാണ് കേട്ടോ. നമ്മൾ പിന്നെ അത് ബലം വെച്ച് തുറക്കാൻ പോവാറില്ല. കാരണം വാടക വീടല്ല, അത് എന്തെങ്കിലും നശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പൈസയും കൂടി ഇവിടുന്ന് പോകുമ്പോൾ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ വല്ലാണ്ട് ബലം പ്രയോഗിച്ച് ജനൽ തുറക്കാറില്ല. എന്നാലും അറ്റത്തൊരു ജനൽ തുറന്ന് എടുക്കാൻ പറ്റിയതുകൊണ്ട് അത് തുറന്നിട്ട് ഞാൻ പതിയെ ഈച്ചേനെ തട്ടി പുറത്ത് വിട്ടു. എന്നിട്ട് നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കൊക്കെ ഞാനിവിടെ ഒരു കിറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം വാഷിംഗ് മെഷീനിൽ തുണി കഴുകാനിടുകയാണ്. ഇന്ന് ചെറിയൊരു വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തുണി കഴുകിയിട്ട് ഉണങ്ങി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തുണി കഴുകിടാൻ നിൽക്കുകയാണ്. ഇവിടെ തുണി ഉണക്കാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാനും പറ്റില്ല. പുറത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയൊന്ന് പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ നനയും. അപ്പോൾ ഉള്ളിൽ അഴ കെട്ടിയിട്ട് അങ്ങനെ തോരാടാനുള്ള അവസ്ഥയൊക്കെ വരാറുണ്ട്. അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ അഴ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അനങ്ങാൻ പോലും പറ്റാത്ത സിറ്റുവേഷനാണ്. പിന്നെ ആകെ ഒരു മടുപ്പ് തോന്നും. ഉള്ളിൽ അഴ കെട്ടി നനഞ്ഞ വസ്ത്രങ്ങൾ അവിടെ ഇടുക, അതിൻ്റെ മണം അങ്ങനെയൊക്കെ. അപ്പം വെയിൽ കണ്ടപ്പോൾ ഒരു ആശ്വാസം. വേഗം മഴ പെയ്യുമ്പോഴേക്കും ഒന്ന് ഉണങ്ങി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തുണികളെടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടുകയാണ്.
രാവിലെ ഏട്ടന് പോകാൻ സമയം വൈകിയത് കാരണം പെട്ടെന്ന് ധൃതി പിടിച്ചിട്ടാണ് ഓരോന്നും ചെയ്തത്. അപ്പോൾ ഒക്കെ അവിടെ തന്നെ വെച്ചേക്കുമായിരുന്നു. അപ്പം ഞാൻ ഒക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമ്മൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇഡ്ഡലിയൊക്കെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മോൾക്ക് കഴിക്കാം. അവൾ എനിക്ക് വന്ന് പല്ലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ചായയും ഇഡ്ഡലിയും കൂടി കഴിക്കാൻ കൊടുത്തു. എന്നിട്ട് ബാക്കി വന്ന മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെറിയ പാത്രം എടുത്തു. അപ്പോൾ എന്താ പറയുക, മടിയും മല ചുമക്കുന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയായി. അപ്പോൾ അതിൽ മാവ് കൊള്ളുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് മാവ് മാറ്റി വെച്ചു. എന്നിട്ട് ആ പാത്രങ്ങളൊക്കെ കുറച്ച് കൈയോടെ തന്നെ കഴുകി വെക്കുകയാണ്. നമ്മൾ ആദ്യം വാടകയ്ക്ക് ഇരുന്നിരുന്ന വീട്ടിൽ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങ നമ്മൾ കുറച്ച് പൊട്ടിച്ച് ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച ഭരണിയായിരുന്നു ഇത്. അപ്പോൾ ഇത് ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി കേട്ടോ. ഞാൻ കഴുകി ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. എങ്ങനെ പറ്റിയെന്ന് എനിക്ക് അറിയണില്ല. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ എടുത്ത് നോക്കുമ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മോള് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അവളവിടെ കാർട്ടൂൺ കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ അവൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചോളും. ചില സമയത്ത് വാശി പിടിക്കും വാരി തരുമെന്ന് ചോദിച്ചിട്ട്. എന്നാലും ഞാൻ കൂടുതലും അവളുടെ കാര്യങ്ങൾ അവളെ കൊണ്ട് തന്നെ പരമാവധി ചെയ്യിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത്. പിന്നെ ആ തുണിയൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ സ്പിന്നറിലിട്ടിട്ട് ഒന്ന് സ്പിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പിൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് തുണി ഉണങ്ങി വന്നപ്പോൾ ഞാനതെടുത്ത് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കി നോക്കുമ്പോൾ രണ്ടുപേരും ഇവിടെ എന്നെ ശ്രദ്ധിക്കാണ്ട് TV കണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ ഞാൻ നൈസിൽ പുറത്തേക്ക് മുങ്ങി. അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വാശി പിടിക്കും. അപ്പോൾ അവനെ എടുത്തിട്ട് തുണിയൊക്കെ തോരയിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അവനെ കാണാണ്ട് ഞാൻ അവനെ നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തല്ലുകൂട്ടമുണ്ട് കേട്ടോ. മോളുടെ കയ്യിൽ റിമോട്ട് ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അവൻ വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ തുണി തോരടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. നമുക്കിവിടെ തുണി ഉണക്കാനായിട്ട് ഈ ഒരു അഴ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡിൽ ഞാൻ കെട്ടിയിട്ടുള്ള അഴയാണിത്. ഇപ്പുറത്ത് ഈ ഇടുന്നത് അടുത്ത വീട്ടിലെ ചേച്ചി കെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവർ നമ്മൾ തുണി തിരുമ്പാത്ത ദിവസമാണ് ഞാനിവിടെ തുണി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഈ അഴക്കയിൽ കൊടുന്നിടാറുണ്ട്. അവരില്ലാത്ത സമയത്ത് ഞാൻ തിരിച്ചു അതുപോലെ ഇടും. അങ്ങനെയൊക്കെ ഇവിടെ പറ്റുള്ളൂ. കാരണം അല്ലാണ്ട് വേറെ സ്ഥലമൊന്നുമില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നനയുകയും ചെയ്യും. സൺസൈഡിൽ നിന്നുള്ള വെള്ളമൊക്കെ ചോർന്ന് വേണ്ടിയിട്ട് മൊത്തത്തിൽ നനയുകയും ചെയ്യും. അപ്പോൾ ഒക്കത്തിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വാടക വീട്ടിലെ ജീവിതമാകുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എന്നാലും റെൻ്റാണെന്നുണ്ടെങ്കിൽ വളരെയധികം കൂടുതലുമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഈ ഭാഗത്ത് വീട് കിട്ടാൻ ഇത്തിരി പാടാണ്. അപ്പോൾ നമ്മൾ നിവൃത്തികേടുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീട് ഇവിടെ എടുത്തത്. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് തിരിച്ചു വന്നിട്ട് മാവ് ബാക്കി ഉണ്ടായിരുന്നത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലേക്ക് കൊട്ടി ബാക്കിയുള്ള പാത്രങ്ങളും കൂടി കഴുകി എടുക്കുകയാണ്. നമ്മൾ ആദ്യം താമസിച്ചിരുന്നത് ഒരു ഒറ്റ വീട്ടിലാണ്. ആ ഒറ്റ വീട് എല്ലാം കൊണ്ടും നല്ല സൗകര്യം ഉണ്ടായിരുന്നു. 4 പുറം ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഒറ്റ വീടായിരുന്നു. പക്ഷേ നമുക്ക് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അവിടുന്ന് പെട്ടെന്ന് മാറേണ്ടി വന്നു. പിന്നെ മോൾക്ക് സ്കൂൾ തുറക്കേണ്ട ടൈം, സ്കൂൾ മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അവൾക്കത് ഭയങ്കര വിഷമം. ഞാൻ അങ്ങനെ ഒരുപാട് തവണ കുട്ടിക്കാലത്ത് ഇതേപോലെ എൻ്റെ അച്ഛനമ്മയും വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. ഇപ്പോഴാണ് സ്വന്തമായിട്ട് വീടൊക്കെ ആയിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ മാറി താമസം മാറുന്നതിനനുസരിച്ച് സ്കൂൾ മാറേണ്ട അവസ്ഥ ഭയങ്കര വിഷമമാണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് മുറിഞ്ഞു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം ഭയങ്കര വിഷമമാണ് അത് കുട്ടികൾക്ക്. അപ്പോൾ അത് കാരണം ഏട്ടൻ പറഞ്ഞു അങ്ങനെ സ്കൂൾ മാറ്റണ്ട. പിന്നെ ഏട്ടൻ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി ഓടാൻ പോകേണ്ട സൗകര്യം എല്ലാം നോക്കിയിട്ട് പെട്ടെന്ന് എടുത്തതാണ് ഈ വീട്. എല്ലാവരെ പോലെ തന്നെ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് ഞങ്ങളുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. എന്നാണ് ഇനിയിപ്പോൾ അതൊന്ന് രക്ഷപ്പെട്ട് നമ്മൾ കര കയറി സ്വന്തമായിട്ടൊരു വീടും സ്ഥലമൊക്കെ ആവുക എന്നുള്ളത് അറിയില്ല. എന്നാലും വളരെയധികം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് സ്വന്തമായിട്ടുള്ളൊരു വീട്. നമുക്ക് ഒരുപാടൊന്നും ഇല്ലെങ്കിലും ചെറിയ ഒരു 2 സെൻറ്റോ 3 സെൻറ്റ് സ്ഥലത്തിൽ ഒരു കുഞ്ഞു വീട് വെച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ഇന്നലെ രാത്രി വരുമ്പോൾ മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടോ, നമ്മൾ കഴുകി വൃത്തിയാക്കൊന്നും ചെയ്യേണ്ട, എന്നാലും അങ്ങനെ എടുത്തു വെച്ചാണ്. പിന്നെ ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കണം. ഇത് ഇന്നലെ രാത്രി ഏട്ടൻ വണ്ടി ഓടി കഴിഞ്ഞിട്ട് വരുമ്പോൾ മേടിച്ച മീനാണ് കേട്ടോ. ഇത് സിലോപ്പി എന്നാണ് ഇവിടെ പറയുന്നത്. ഏട്ടന് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് മുഴുവനായിട്ടുള്ള മീനും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തലഭാഗം നമുക്ക് കറി വയ്ക്കാനുള്ള തലഭാഗം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 4 മത്തി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ ഞാൻ മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എന്നിട്ട് ചോറിനുള്ള അരി കഴുകി അടുപ്പത്തിടുകയാണ് കേട്ടോ. ചില ദിവസങ്ങൾ ഞാൻ പഠിക്കുന്നത് മാറ്റി വയ്ക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ശനിയാഴ്ച.
എല്ലാ ശനിയാഴ്ചയും ചിലപ്പോൾ ചെയ്യാറൊന്നുമില്ല, എങ്കിലും മിക്കവാറും എല്ലാ ശനിയാഴ്ചയും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം മോൾക്ക് ലീവാണ്, അപ്പോൾ അവരുടെ കൂടെ ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അവൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലാണ് ഞാൻ കൂടുതലും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറ്. ഞാൻ SSCയുടെ CGL, CHSL, MTS ആ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാലല്ലേ നമുക്കൊരു കരയ്ക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് പടവലങ്ങക്കറി ബാക്കിയിരിക്കേണ്ടായിരുന്നത് ഞാൻ ചൂടാക്കി വെക്കുകയാണ്. എന്നിട്ട് മീൻ കഴുകി വെച്ചതിൽ മസാല തേച്ചുകയാണ്. ഇതിലിപ്പോൾ ചെറുതായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വിനാഗിരി, കുറച്ച് വെളിച്ചെണ്ണ അത്ര ഇട്ടിട്ടാണ് മീൻ നന്നായിട്ട് തേച്ച് വെക്കുന്നത്. എന്നും വീട്ടിൽ തന്നെ രാവിലെ എണീക്കുക, ഇരുട്ടാവുക, അതിൻ്റെ ഇടയ്ക്കുള്ള ജോലികൾ, കുട്ടികൾ, അങ്ങനെ ഇതന്നെ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം മടുപ്പ് തോന്നിപ്പോകുന്ന ചില ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. ജീവിതം തന്നെ വെറുത്തു പോകുന്ന ചില സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് ആരും ഇല്ലാണ്ട് ഒറ്റപ്പെട്ട് ഒരാൾ സംസാരിക്കാനോ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒന്നും ആരും ഇല്ലാത്തൊരവസ്ഥയൊക്കെ വന്ന് അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമായി. മോള് കുഞ്ഞായിരിക്കുമ്പോഴാണ് ഞാൻ ചെയ്തത്. പിന്നെ വീഡിയോ ഇടും, ഒരെണ്ണം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ മൂഡ് വിടും. അപ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് ചിന്തിക്കില്ല. വ്യൂസ് കിട്ടുക കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാവുമ്പോൾ നമുക്കൊരു ഡീമോട്ടിവേഷനാണ്. അപ്പോൾ അതവിടെ വിടും. പിന്നെ വീണ്ടും ഇടയ്ക്ക് എപ്പോഴെങ്കിലും വീണ്ടും അതിൻ്റെ ഒരു ഓർമ്മയോ അതിൻ്റെ ഒരു ആഗ്രഹമോ വരുമ്പോൾ വീണ്ടും വീഡിയോ ഇടും, വീണ്ടും നിർത്തും. അങ്ങനെ വീണ്ടും ഇങ്ങനെ ഒരുപാട് തവണ അങ്ങനെ നിർത്തിയും അങ്ങനെ തുടങ്ങിയും വീണ്ടും അങ്ങനെ ചെയ്ത് ഇപ്പോൾ എത്ര തവണ ചാനൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് തന്നെ ഓർമ്മയില്ല. അങ്ങനെ ഇപ്പോൾ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തേക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രതീക്ഷ അത്രമാത്രമാണ് ഈ റീസ്റ്റാർട്ടിലും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചോറ് തിളച്ചപ്പോൾ അത് ഇറക്കി വെച്ചിട്ട് കൈയോടെ വേദനയൊന്ന് തുടച്ചെടുക്കുകയാണ്. മോനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവനെ ഉറക്കി. എന്നിട്ട് ഞാൻ മോളെ വിളിച്ച് അവളുടെ തലയൊക്കെ ഒന്ന് ചീന്തി ഒതുക്കി കെട്ടിക്കൊടുത്തിട്ട് അവളെ കുളിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. മുടി എപ്പോഴും നല്ലപോലെ ജട പിടിക്കും കേട്ടോ. അവളുടെ തലയിൽ നന്നായിട്ട് താരനുണ്ട്, അത്യാവശ്യത്തിന് പേനുണ്ട്. അപ്പോൾ മുടിയൊക്കെ നോക്കി ഞാൻ ഒതുക്കി കെട്ടി വെച്ച് കൊടുക്കുകയാണ്. തല നനച്ച് കുളിക്കുന്നില്ല. അപ്പോൾ ഇന്ന് അവളോട് പോയി കുളിച്ചിട്ട് വരാൻ വേണ്ടി പറയുകയാണ്. ഇത് കാണുന്ന അമ്മമാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മുടെ സിറ്റുവേഷൻ. കുഞ്ഞു മക്കൾ, അവരെ നോക്കാൻ വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത സിറ്റുവേഷൻ. നമുക്കൊരു വഴിക്ക് ജോലിക്ക് പോകാനോ ഒന്നും പറ്റില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥ. ഒന്ന് ജോലിക്ക് പുറത്ത് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ, നമുക്ക് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു വരുമാനം ഇല്ലാണ്ട് വരുമ്പോഴുള്ള സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, എന്താ പറയുക, നമ്മുടെ തലയ്ക്ക് മീതെ 100 കൂട്ടം പ്രശ്നങ്ങൾ ഇങ്ങനെ വട്ടിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സർവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഠിനമാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സമയം ഇരുന്ന് പൊട്ടിക്കറിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. പിന്നെ അതൊക്കെ ഞാൻ അങ്ങോട്ട് മറക്കും. വീണ്ടും നമ്മൾ പഴയ പോലെ റീസ്റ്റാർട്ട് ചെയ്യും. നമുക്ക് കുഞ്ഞു കാര്യങ്ങൾ മതി സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ പെട്ടെന്ന് ഡെസ്പായി പോവുകയും ചെയ്യും. അപ്പോൾ പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അധികം സപ്പോർട്ടാണ് കേട്ടോ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇന്നത്തെ വരെ എന്നും എൻ്റെ ഒപ്പം നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ എൻ്റെ എന്ത് ആഗ്രഹങ്ങളാണെങ്കിലും സാധിച്ചു തരാൻ വേണ്ടിയിട്ട് ഏട്ടൻ ശ്രമിക്കാറുണ്ട്. ഏട്ടൻ്റെ കാര്യങ്ങൾ മുഴുവൻ മാറ്റി വെച്ചിട്ടാണ് ഏട്ടൻ എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തരാറ്. അത് പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാവുമ്പോൾ അയ്യോ ഏട്ടൻ ആ കാര്യം മാറ്റി വെച്ചിട്ടാണല്ലോ എനിക്ക് വേണ്ടി ഇത് ചെയ്ത് തന്നെ, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ഇത് ചെയ്ത് തന്നേന്ന് തോന്നുമ്പോൾ നമുക്ക് പലപ്പോഴും ഭയങ്കരമായിട്ട് വിഷമം തോന്നും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, 10 രൂപ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള വളരെയധികം വിഷമങ്ങൾ തോന്നാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാനാണ്, നമുക്കങ്ങനെ വിചാരിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എവിടേക്കെങ്കിലും ഒന്ന് ഇട്ടെറിഞ്ഞ് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചാലും ഈ കുഞ്ഞു മക്കളുള്ള കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ലൈഫാണ്. അപ്പോൾ ചോറ് വെന്തപ്പോൾ ഞാൻ വാർത്ത് വെച്ചു. അപ്പോൾ അത് ഉച്ചയ്ക്ക് പടവലങ്ങക്കറിയും കുറച്ച് മാങ്ങാച്ചാറും കൂട്ടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇവിടം തൊട്ടിട്ട് എനിക്ക് ഏറ്റവും നല്ല കൂട്ടുകാർ, എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളോടാണ്. അപ്പോൾ ഇത് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. വീണ്ടും കാണാം. ബൈ.